Good morning, students. During the last classes of our company law, we explained about various doctrine or principles of Companies Act, like doctrine of ultra virus, doctrine of constructive notice, doctrine of indoor management, like that. In today's classes, we propose to explain about the next important documents of a company, that is prospectus of a company. Actually, prospectus is an important document which is used for issuing the shares and debentures to the general public. As in the case of a company, after the incorporation, they can raise necessary amount of capital for the smooth conduct of business operation. For the purpose of capital contribution, the company can opt different types of sources like issuing shares, debentures, bonds, or obtaining loans and advances, etc. കമ്പനിയുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് കമ്പനിയുടെ ഇൻകോർപ്പറേഷന് ശേഷം, കമ്പനിയുടെ രജിസ്ട്രേഷന് ശേഷം കമ്പനിയുടെ ഇഫക്റ്റീവായിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻ റണ്ണ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെസസറി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ് എന്നുള്ളത്. നോർമൽ കേസസിൽ പ്രോസ്പെക്ടസ് ഈസ് ജനറലി ഇഷ്യൂഡ് ബൈ പബ്ലിക് കമ്പനീസ് ബിക്കോസ് പബ്ലിക് കമ്പനീസ് ആർ ജനറലി കണ്ടക്റ്റഡ് by issuing shares to the general public. At the same time, the private companies generally do not issue prospectus because a private company cannot conduct a public issue. ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഷെയർ ഇഷ്യൂ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രോസ്പെക്ടസ് നോർമൽ കേസിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഒരു പബ്ലിക് കമ്പനിയുടെ കേസസിൽ ജനറൽ പബ്ലിക്കിൽ നിന്നും ഡയറക്റ്റ് ആയിക്കൊണ്ട് ഷെയർ കളക്ട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഈ രൂപത്തിലുള്ള പ്രോസ്പെക്ടസ് എന്നുള്ള ഡോക്യുമെൻ്റ് യൂസ് ചെയ്യാറുള്ളത്. അറ്റ് ദി സെയിം ടൈം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമല്ല. അതേസമയം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള പർപ്പസിൻ്റെ ഭാഗമായി കൊണ്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതും ഈ കാര്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. സോ വാട്ട് ഈസ് പ്രോസ്പെക്ടസ് എന്നുള്ള സെൻറ്റൻസാണ് നമ്മളിതിൽ ആദ്യമായിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇൻ എ കമ്പനി. ഒരു കമ്പനിക്കകത്ത് കമ്പനി ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് പൊതുജനങ്ങളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. വൺ മോർ സെൻറ്റൻസ്, നെക്സ്റ്റ് പാരഗ്രാഫ്. Prospectus is a formal document which provide details about an investment offering for the sale to the public. കമ്പനി ജനറൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫറിങ്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്നുള്ള പേരിലായിക്കൊണ്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്യാപ്ഷൻ റൂൾസ് ഓഫ് ഇഷ്യൂയിങ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രോസ്പെക്ടസ് എന്നുള്ളത് കൊണ്ട് തന്നെ ദ കമ്പനി ഹാവ് ടു ഫോളോ സം സോർട്ട് ഓഫ് ലീഗൽ പ്രൊസീജിയേഴ്സ് വൈൽ ഇഷ്യൂയിങ് ദി പ്രോസ്പെക്ടസ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് മസ്റ്റ് ബി ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. നമ്മൾ നേരത്തെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കൃത്യമായിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. The very same like that, the prospectus is also should be prepared in a prescribed format. The official format of a prospectus is Part 1 Schedule 2 of Companies Act. നമ്മൾ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത് കമ്പനീസ് ആക്ടിലെ പാർട്ട് 1 ഷെഡ്യൂൾഡ് 2 എന്നുള്ള ഫോർമാറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. മുമ്പ് നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡിസ്കസ് ചെയ്ത സമയത്ത് പാർട്ട് 1 ഷെഡ്യൂൾ 1 എന്നുള്ള ഫോർമാറ്റാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇവിടെ പ്രോസ്പെക്ടസിൻ്റെ ഒഫീഷ്യൽ ഫോർമാറ്റ് എന്നുള്ളത് പാർട്ട് 1 ഷെഡ്യൂൾഡ് 2 എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് റൂൾ ഈസ് ഇറ്റ് മസ്റ്റ് ബി ഇൻ എ പ്രിൻറ്റഡ് ഫോർമാറ്റ്. ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഇൻ എ പ്രിൻറ്റഡ് ഫോർമാറ്റ്. ആൻഡ് ദ തേർഡ് വൺ, പ്രോസ്പെക്ടസ് മസ്റ്റ് ബി സൈൻഡ് ബൈ എവരി ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സും നിർബന്ധമായിക്കൊണ്ടും പ്രോസ്പെക്ടസിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ഓക്കെ,
And the next point, the copy of prospectus must be filed to registrar for registration before it is issued to the public. ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് കമ്പനിക്കകത്ത് ഉണ്ടാക്കിയതിന് ശേഷം അത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിക്കൊണ്ടും അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് അയച്ചു കൊടുത്ത് രജിസ്ട്രാറിൽ നിന്നും രജിസ്ട്രേഷൻ വാങ്ങിച്ചെടുത്തതിന് ശേഷം മാത്രമേ പ്രോസ്പെക്ടസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. And the next rule, the application for registration of prospectus must accompany some following documents. നമ്മൾ കമ്പനിക്കകത്ത് ഉണ്ടാക്കിയ പ്രോസ്പെക്ടസ് രജിസ്ട്രാർക്ക് രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നിർബന്ധമായിക്കൊണ്ടും ചില അറ്റാച്ചിങ് ഡോക്യുമെൻറ്റ്സുകൾ അഡീഷണൽ ആയിക്കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദ കൺസെൻറ്റ് ഓഫ് എക്സ്പേർട്ട്. എക്സ്പേർട്ട് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ എൻജിനീയർ, വാല്യൂവർ, ഇങ്ങനെയുള്ള ടെർമിനോളജിയാണ് നമ്മൾ എക്സ്പേർട്ട് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അവരുടെ റിപ്പോർട്ട് നമ്മുടെ പ്രോസ്പെക്ടസിനകത്തുണ്ടെങ്കിൽ അത്തരം എക്സ്പേർട്ടിൻ്റെ ഒരു റിപ്പോർട്ട് കണ്ടൻറ്റ് നിർബന്ധമായിക്കൊണ്ടും ഒരു കൺസെൻറ്റ് ഡീറ്റെയിൽസ് നിർബന്ധമായിക്കൊണ്ടും പ്രോസ്പെക്ടസിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രാറെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത്തരമൊരു ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് കോപ്പി ഓഫ് കോൺട്രാക്ട് റിലേറ്റിംഗ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടും അവരുടെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കോപ്പി പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദി തേർഡ് പോയിൻറ്റ്, കോപ്പി ഓഫ് എവരി മെറ്റീരിയൽ കോൺട്രാക്റ്റ്. കമ്പനിയുമായി ഉണ്ടാക്കിയിട്ടുള്ള സാധാരണഗതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ കോൺട്രാക്റ്റിൻ്റെയും കോപ്പി ഇതിനോടകം അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് റിട്ടൺ കൺസെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, ലീഗൽ അഡ്വൈസർ, ബാങ്കർ, ബ്രോക്കർ ഓഫ് ദി കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലീഗൽ ഡെസിഗ്നേറ്റേഴ്സ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സിൻ്റെ, അതുപോലെ ലീഗൽ അഡ്വൈസറുടെ, ബാങ്കറുടെ, ബ്രോക്കറുടെയൊക്കെ ഒരു റിട്ടേൺ കൺസെൻറ്റ് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിനോട് കൂടി അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അറ്റാച്ചിങ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് റൂൾ എന്നുള്ളത്, ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി പ്രോപ്പർലി ഡേറ്റഡ്. പ്രോസ്പെക്ടസ് കൃത്യമായിട്ടുള്ള ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കണം. നോർമൽ കേസസിൽ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ഏതാണോ ആ ഡേറ്റാണ് പ്രോസ്പെക്ടസിനകത്ത് കൊടുക്കാറുള്ള ഡേറ്റ് എന്നുള്ളത്. ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് ഡേറ്റ് കൊടുക്കാനുള്ള കാരണം പ്രോസ്പെക്ടസിന് നോർമൽ കേസിൽ ഒരു വാലിഡിറ്റി പീരീഡ് അവൈലബിൾ ആണ്. അപ്പോൾ ആ വാലിഡിറ്റി പീരീഡ് എക്സ്പയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി കൂടെ നമ്മൾ പ്രോസ്പെക്ടസിന് മുകളിൽ ഡേറ്റ് മെൻഷൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് റൂൾ, ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ടു ദി പബ്ലിക് വിത്തിൻ 90 days ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. കമ്പനി പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 90 daysനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ കൃത്യമായിക്കൊണ്ട് അത് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തോളണം. രജിസ്ട്രേഷൻ നടത്തി ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിന് ശേഷം ഒരു കാരണവശാലും അത്തരം പ്രോസ്പെക്ടസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ 90 ദിവസത്തിനകത്ത് കൃത്യമായിക്കൊണ്ട് അത് നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തോളണം. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, എ കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് മസ്റ്റ് ബി അക്കമ്പനി ഓൺ എവറി അപ്ലിക്കേഷൻ ഫോം ടു ബി ഇഷ്യൂഡ് ടു ദി പബ്ലിക്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഷെയറിൻ്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ഷെയറിൻ്റെ അപ്ലിക്കേഷൻ ഫോമിനോട് കൂടെയും നിർബന്ധമായിക്കൊണ്ടും ഒരു പ്രോസ്പെക്ടസിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഇഫ് ദ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് വിത്തൗട്ട് ബീയിങ് രജിസ്റ്റേർഡ്, ദ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ ഓഫ് ₹50,000 to 3 lakh. കമ്പനിയുടെ പ്രോസ്പെക്ടസ് രജിസ്ട്രാറിൽ നിന്നും രജിസ്റ്റർ ചെയ്യാതെയാണ് ജനറൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ ഓഫ് ₹50,000 to 3 lakh. കമ്പനി അത്തരം പ്രൊസീജിയറിൻ്റെ ഭാഗമായിക്കൊണ്ട് പെനാൽറ്റി അടക്കേണ്ടതായിട്ട് വരും. പെനാൽറ്റിയുടെ എമൗണ്ട് 50,000 മുതൽ 3 lakh വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ദ പേഴ്സൺ ഓർ ഓഫീസർ in charge of the issue of prospectus shall also be punishable with imprisonment of up to 3 years and with a penalty of ₹50,000 to 3 lakh. ഇതേപോലെ രജിസ്റ്റർ ചെയ്യാതെ പ്രോസ്പെക്ടസ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് പെനാൽറ്റി അടക്കേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ളതുപോലെ തന്നെ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത
അതിൻ്റെ ചാർജുള്ള ഓഫീസർക്കും ഈ രൂപത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് കൃത്യമായി ഹോൾഡ് ചെയ്യേണ്ടി വരും. ഏത് ഓഫീസറാണോ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അത്തരം ഓഫീസർക്കെതിരെ പേഴ്സണൽ ആയിക്കൊണ്ട് പെനാൽറ്റി ചാർജ് ചെയ്യും. അതുപോലെ തന്നെ ഇൻപ്രിസൺമെൻറ്റിനും പ്രൊവിഷൻ ഉണ്ട്. 3 വർഷം വരെ ഇൻപ്രിസൺമെൻറ്റ് കിട്ടുവാനും 50,000 മുതൽ 3 lakh rupees വരെ പെനാൽറ്റി ആയിക്കൊണ്ട് ഫൈനായിട്ട് അടക്കുവാനുമുള്ള പ്രൊവിഷൻ ഉണ്ടാകും. ഇത്രയാണ് നമുക്ക് പ്രോസ്പെക്ടസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട റൂൾസുകളായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്യാപ്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് എന്നുള്ളതാണ്. നമ്മൾ കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് സാധാരണ പാർട്ട് 1 ഷെഡ്യൂൾ 2 പ്രകാരമുള്ള ഒറിജിനൽ പ്രോസ്പെക്ടസിൻ്റെ പുറമെ ചില പെക്യുലർ ഒക്കേഷൻസ്, ചില പ്രധാനപ്പെട്ട സിറ്റുവേഷൻസുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പ്രോസ്പെക്ടസ് സാധാരണഗതിയിൽ ഇഷ്യൂ ചെയ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ വ്യത്യസ്ത സിറ്റുവേഷൻസിൽ വ്യത്യസ്ത പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസ്പെക്ടസിൻ്റെ ടൈപ്സാണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Look at the slide. The first one is deemed prospectus. Second one, shelf prospectus. Third one, information memorandum. Fourth one, red herring prospectus. Fifth one, abridged prospectus. And the last one, statement in lieu of prospectus. ഓക്കെ, ഇതിൽ 6th പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus എന്നുള്ളത് 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അറ്റ് ദി സെയിം ടൈം 2013 കമ്പനീസ് ആക്ട് പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് ഇൻ lieu of prospectus എന്നുള്ള ഡോക്യുമെൻറ്റ് നിലവിൽ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ് ഇപ്പോൾ പ്രസൻറ്റ് സിനാരിയോയിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോന്നായിക്കൊണ്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് വൺ, ഡീംഡ് പ്രോസ്പെക്ടസ്. It is a prospectus issued by issuing house when the company conducts share issue through issuing houses. നമുക്കറിയാം, സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് 2 രീതിയിൽ ഷെയർ ജനറൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുക. ഒന്ന്, കമ്പനി ഡയറക്റ്റ് ആയിക്കൊണ്ട് ജനറൽ പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡ്. രണ്ടാമത്തത്, കമ്പനിക്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് ജനറൽ പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജോ ടെക്നിക്കൽ എക്സ്പേർട്ട്നെസ്സോ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് എക്സ്പേർട്ട് നോളജുള്ള ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനികളുടെ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്, അവരുടെ സേവനം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് കമ്പനി ജനങ്ങളിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് ജനങ്ങളിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കേസസിൽ ഉപയോഗിക്കുന്ന പ്രോസ്പെക്ടസ് ആണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ടൈപ്സ് ആയിട്ട് വരുന്ന പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നുള്ളത്. ഇറ്റ് ഇസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ കമ്പനി ഇഫ് ദ ഇഷ്യൂ സെയിം ക്ലാസ് ഓഫ് ഷെയർ over a certain period of time without issuing further prospectus. സാധാരണഗതിയിൽ ഒരു കമ്പനി എപ്പോഴൊക്കെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ പ്രോസ്പെക്ടസ് ഇറക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴും വെവ്വേറെ പ്രോസ്പെക്ടസ് ഇറക്കേണ്ടതായിട്ട് വരും. ഈ ഒരു നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നുള്ള ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. അതായത് if a company issues same class of share over a certain period of time without issuing further prospectus, they can issue a shelf prospectus. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കമ്പനി ഒരേ ടൈപ്പ് ഷെയർ തന്നെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ തവണ ഇഷ്യൂ ചെയ്യുമ്പോഴും വെവ്വേറെ പ്രോസ്പെക്ടസ് ഇറക്കുന്നതിന് പകരം ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഇറക്കിയാൽ മതിയാകും. അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസിന് പറയുന്ന പേരാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരേ ടൈപ്പ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ പെർമിറ്റബിൾ ആയിരിക്കുള്ളൂ. അതായത് ഒരു പർട്ടിക്കുലർ കമ്പനി ഒരു വർഷത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ജൂൺ മാസത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്തു, അതിനുശേഷം ആഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അതിനുശേഷം ഡിസംബർ മാസത്തിൽ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ റിപ്പീറ്റഡ് ആയിക്കൊണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോസ്പെക്ടസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അവിടെ തന്നെ ഒരേ ടൈപ്പ് ഷെയർ ആയിരിക്കണം ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ജൂണിൽ ഇഷ്യൂ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ വീണ്ടും പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിക്കാൻ പറ്റില്ല. ജൂണിൽ ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി ഷെയറിൻ്റെ അതേ ടൈപ്സ് തന്നെയാണ് നമ്മൾ ഓഗസ്റ്റിലും ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ വീണ്ടും ഡിസംബറിൽ വീണ്ടും ഇക്വിറ്റി ഷെയർ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വെവ്വേറെ പ്രോസ്പെക്ടസ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു സിംഗിൾ ജനറൽ ആയിട്ടുള്ള പ്രോസ്പെക്ടസ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഓക്കെ, ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് information memorandum. It is a form of prospectus which is submitted along with shelf prospectus if any material changes have occurred between the time of previous offer and subsequent offer.
ആക്ച്വലി ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നുള്ളത് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറ്റാച്ച് ചെയ്യപ്പെടേണ്ട മറ്റൊരു ഡോക്യുമെൻ്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു പർട്ടിക്കുലർ കമ്പനി ഒരു പ്രത്യേക പീരീഡിനുള്ളിൽ ഒന്നിൽ കൂടുതൽ തവണ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിക്കുക എന്നുള്ളത്. അത്തരം സാഹചര്യത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള കമ്പനിയുടെ സിറ്റുവേഷനിൽ നിന്നും രണ്ടാമത്തെ തവണ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡെസിഗ്നേഷനിലോ ഏതെങ്കിലും പ്രധാനപ്പെട്ട കണ്ടൻസിലോ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ മെറ്റീരിയൽ ചേഞ്ചസ് വന്ന കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റാണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. And the next point, red herring prospectus. It is a prospectus which does not have complete information on price and quantity of securities offered. സാധാരണഗതിയിൽ ഒരു പ്രോസ്പെക്ടസിൻ്റെ അകത്ത് പ്രൈസുമായി ബന്ധപ്പെട്ടും അതുപോലെ എത്ര ക്വാണ്ടിറ്റി സെക്യൂരിറ്റീസാണ്, എത്ര എണ്ണം സെക്യൂരിറ്റീസാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും മറച്ചു വെച്ചുകൊണ്ട് ഇറക്കുന്ന പ്രോസ്പെക്ടസിനെ പറയുന്ന പേരാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്നുള്ളത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ട് മെൻഷൻ ചെയ്യാറുള്ള ഒരു ഡീറ്റെയിൽസാണ് പ്രൈസ് ഓഫ് ദി ഷെയർ എന്നുള്ളതും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഷെയർ ഇഷ്യൂഡ് എന്നുള്ളത്. എത്ര എണ്ണം ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഓരോ എണ്ണം ഷെയറിൻ്റെയും യൂണിറ്റ് പ്രൈസ് എത്രയാണ് എന്നുള്ളതും നോർമൽ കേസിൽ ഒരു പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ പ്രൈസും ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ള ഡീറ്റെയിൽസ്, ഈ രണ്ട് ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യാതെ ഇറക്കുന്ന പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യപ്പെടാറുള്ള ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്താണ്. ബുക്ക് ബിൽഡിംഗ് എന്നുള്ളത് നമുക്ക് ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഷെയറിൻ്റെ പ്രൈസ് ഫിക്സേഷൻ മെത്തേഡാണ്. സാധാരണഗതിയിൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രൈസ് ഫിക്സേഷൻ മെത്തേഡാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള പേരിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള പേരിലും അറിയപ്പെടാൻ വേണ്ടി പറ്റും. ഒരു സ്ഥാപനമാണ് കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഷെയർ പർച്ചേസിങ് ഫേം ആണ് വാങ്ങുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. കുറച്ച് ബൾക്കായിട്ടുള്ള ഷെയർ ആയിരിക്കും ഇവർ സാധാരണ ഇതിൽ പർച്ചേസ് ചെയ്യുക. കമ്പനി മൊത്തം ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ നിശ്ചിത ശതമാനം ഷെയർ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി കമ്പനിക്ക് റിസർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് മുൻകൂട്ടി തീരുമാനിക്കാതെ ഇൻവെസ്റ്റേഴ്സിനോട് അവർക്ക് താല്പര്യമുള്ള പ്രൈസ് കമ്പനിയെ ഇങ്ങോട്ട് അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കമ്പനി അറിയിക്കുന്ന പ്രൈസ് അറിയിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് സബ്സീക്വൻ്റ് ആയിക്കൊണ്ട് ഫിക്സ് ചെയ്യുന്നൊരു മെത്തഡോളജിയാണ് നമ്മൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലാണ് കോമൺ ആയിക്കൊണ്ട് ഈ രൂപത്തിൽ ഷെയറിൻ്റെ പ്രൈസോ ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസോ പ്രധാനപ്പെട്ട ഇത്തരം ഡീറ്റെയിൽസുകൾ ഇല്ലാത്ത പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യപ്പെടാറുള്ളത്. ഫിഫ്ത്ത് ടൈപ്സ്, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്രോസ്പെക്ടസ് വിച്ച് ഈസ് കണ്ടെയ്നിങ് only the salient features of prospectus as specified by SEBI. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് ഇറക്കിയിരിക്കണം എന്നുള്ള നിയമപ്രകാരമുള്ള പ്രൊവിഷൻസ് ജസ്റ്റ് പാലിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്രം ഒരു സിമ്പിളായിട്ടുള്ള പ്രോസ്പെക്ടസ് ഇറക്കുന്നതിനെയാണ് നമ്മൾ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. This type of prospectus only contain the very salient informations of prospectus. നിർബന്ധമായിക്കൊണ്ടും ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ കുറഞ്ഞ നോമിനൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനോ ഒന്നും ഉൾക്കൊള്ളിക്കാതെ ഒരു പേരിന് വേണ്ടി നോമിനൽ ആയിക്കൊണ്ട് പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്കിയിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിംഗ് ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്നുള്ള പേര് അറിയപ്പെടാറുള്ളത്. ഇത്തരം ടൈപ്പ് സാധാരണ വളരെ ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോസ്പെക്ടസ് ഇറക്കാനുള്ള കോസ്റ്റ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ചെലവ് ചുരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ഫോർമാറ്റ് ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യപ്പെടാറുള്ളത്. ഓക്കെ, so these are the different types of prospectus. The next content is contents of prospectus. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോസ്പെക്ടസിനകത്തെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. The content of prospectus is broadly classified into two types: general information and financial reports.
സാധാരണഗതിയിൽ 2 ടൈപ്പ് ഇൻഫർമേഷൻസുകളാണ് പ്രോസ്പെക്ടസിനകത്ത് നോർമൽ കേസിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഒന്ന് കമ്പനിയുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിക്കൊണ്ട് അറിയേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അറിയേണ്ടതായിട്ടുള്ള ചില ബേസിക് ഡീറ്റെയിൽസ്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സം ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഓക്കെ, ജനറൽ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസുകളാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, നെയിം ആൻഡ് അഡ്രസ് ഓഫ് കമ്പനി and name and address of major designators of the company like managing director, company secretary, chief executive officer, like that. Okay, and next point, date of opening and closing of share issue. ഏത് ഡേറ്റിലാണ് പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഡേറ്റ് എന്നാണ്. അതുപോലെ തന്നെ ഏത് ഡേറ്റ് വരെയാണ് ഇൻവെസ്റ്റേഴ്സിന് അതിൽ ഷെയർ അപ്ലൈ ചെയ്യാനുള്ള ഒരു കാലാവധി ആയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് അൺറൈറ്റിംഗ്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഗ്യാരൻറ്റേഴ്സിനെയാണ് നമ്മൾ അൺറൈറ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. അപ്പോൾ അൺറൈറ്റേഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതുപോലെ കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് ഫോർ ഷെയർ ഇഷ്യൂ ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് അലോട്ട്മെൻറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് ചെയ്യാനുള്ള ഷെഡ്യൂൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി, മൊത്തം ക്യാപിറ്റൽ എത്രയാണ്, ഇക്വിറ്റി ഷെയർ എത്രയാണ്, പ്രിഫറൻസ് ഷെയർ എത്രയാണ്, മറ്റു രൂപത്തിലുള്ള ഫോർമാറ്റ് ഓഫ് ക്യാപിറ്റൽ എലമെൻറ്റ്സ് എന്നുള്ളത് കാണിച്ചിരിക്കണം. മെയിൻ ഒബ്ജക്റ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ, ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രധാനമായിക്കൊണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ പ്രസൻറ്റ് ബിസിനസ് ഓഫ് ദി കമ്പനി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ അവർ കമ്പനി എന്നുള്ളത് കൃത്യമായി കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ്, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇൻവെസ്റ്റേഴ്സിനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതുപോലെ ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ദി പ്രൊജക്ട്സ്, നമ്മുടെ ബിസിനസ് പ്രൊജക്ട്സിൽ ഇപ്പോൾ നമ്മൾ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കഴിയുമ്പോഴാണെന്ന് കമ്പനിക്ക് ആ ഒരു ബിസിനസ് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, അതിൻ്റെ ഒരു ജസ്റ്റേഷൻ പീരീഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ കൃത്യമായി കൊണ്ട് പ്രോസ്പെക്ടസിൽ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ, അതുപോലെ എക്സ്പെക്റ്റഡ് ROI, റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും എന്നുള്ള രൂപത്തിലുള്ള ഡീറ്റെയിൽസ് കൃത്യമായി കൊണ്ട് കാണും. സോ ദീസ് ആർ ദ ജനറൽ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പാർട്ട് എന്നുള്ളത് സം ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. ഓക്കെ, സെക്കൻഡ് കണ്ടൻറ്റ് എന്നുള്ളത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളാണ്. 2-3 ടൈപ്പ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളാണ് നോർമൽ കേസസിൽ നമുക്ക് പ്രോസ്പെക്ടസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റിപ്പോർട്ട് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് കമ്പനി ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ സംബന്ധിച്ചുമുള്ള ഓഡിറ്ററുടെ റിപ്പോർട്ട് കൃത്യമായി കൊണ്ട് പ്രോസ്പെക്ടസിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിൻറ്റ്, റിപ്പോർട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി ലാസ്റ്റ് 5 years, കമ്പനി എപ്പോഴാണോ ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള പരമാവധി 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കണം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് ദ തേർഡ് റിപ്പോർട്ട് ഈസ് റിപ്പോർട്ട് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ടു വിച്ച് ദ പ്രൊസീഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ടു ബി അപ്ലൈഡ്, നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഏതെല്ലാം ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് കൃത്യമായി കൊണ്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്, അത്തരം ബിസിനസ് ട്രാൻസാക്ഷൻസിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട്സ് കൃത്യമായി കൊണ്ട് പ്രോസ്പെക്ടസിനകത്തുണ്ടായിരിക്കണം. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട് അബൌട്ട് ദി കംപ്ലയൻസ് ഓഫ് പ്രൊസീജിയർ, പ്രോസ്പെക്ടസ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സുകളും കൃത്യമായി കൊണ്ട് കംപ്ലൈ ചെയ്തിട്ടുണ്ട്, കൃത്യമായി കൊണ്ട് ഒബേ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായി കൊണ്ട് പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടായിരിക്കണം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രധാനമായിക്കൊണ്ടും 2 ടൈപ്പ് ഇൻഫർമേഷൻസ് ആണ് പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ് ആയിട്ട് വരിക, ജനറൽ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.